ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ടാറ്റയുടെ വാഹനങ്ങളുടെ ബോഡി വെയിറ്റ് അതൊരു വേറെ ലെവലിലാണ്. ഇതാണ് ശരിക്ക് ഒറിജിനൽ ഇരുമ്പ്. ഈ ഒരു ക്രോസ് ബമ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ള ബ്രാൻഡിൻ്റെ വാഹനങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വെറും ഉള്ളിപ്പാട പോലത്തെ ക്വാളിറ്റി ആയിരിക്കും. ഇതാണ് യഥാർത്ഥ ക്രോസ് ബമ്പർ, ഇതാണ് യഥാർത്ഥ അപ്രോണിൻ്റെ കുറ്റി. കാരണം നമുക്കൊരു വാഹനത്തിന് ഒരു ഇമ്പാക്റ്റ് ഫ്രണ്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും മാക്സിമം ഈ ക്രോസ് ബമ്പറിനകത്ത് നിൽക്കും. ഇനി അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് അപ്രോണിൻ്റെ ഈ കുറ്റിക്ക് ഇതൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ഇരുമ്പ് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്തൊരു ഇമ്പാക്റ്റ് ഫ്രണ്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ അത് ഫ്രണ്ടിൽ തന്നെ അവസാനിക്കാത്ത രീതിയിലുള്ള അതിന് പറ്റിയിട്ടുള്ള ഇരുമ്പാണ്, സ്ട്രോങ് കരുത്തിട്ടുള്ള ഇരുമ്പാണ് ടാറ്റയുടെ വാഹനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ഒരു ഫാമിലിയുടെ ഒരു മെമ്പർ ആയിരുന്നു, എന്നോട് ചോദിക്കാൻ ഒരു വാഹനം, ഒരു സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞൊരു വാഹനം, ഒരു സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കാൻ പറ്റിയുള്ള ഒരു വാഹനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനമായിരിക്കും ടാറ്റയുടെ വാഹനങ്ങൾ. ഒരു സാധാരണക്കാരന് പറ്റിയിട്ടുള്ള വാഹനം, അതിൽപ്പെട്ടൊരു വാഹനമാണ് ടാറ്റയുടെ ടിയാഗോ എന്ന വാഹനം. നമ്മളൊരു 4 ഫാമിലിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 2 വീലറിൽ നിന്ന് 4 വീലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനം അതാണ് ടാറ്റ ടിയാഗോ. അത്യാവശ്യം റീസെയിൽ വാല്യൂ ഉണ്ട്, അത്യാവശ്യം ബ്രാൻഡ് വാല്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് ഉണ്ട്, മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യം കുറഞ്ഞിട്ടുള്ളൊരു വാഹനങ്ങളാണ് ടാറ്റയുടെ ഒട്ടുമിക്ക വാഹനങ്ങൾ. ഒരിക്കലും പഴയ ആൾക്കാർ പറയും ടാറ്റയ്ക്ക് റീസെയിൽ ഇല്ല, ടാറ്റയ്ക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് ഇങ്ങനെ, അതൊക്കെ പഴയ ടാറ്റയായിട്ട് കമ്പയർ ചെയ്യുന്നത്, അതായത് പഴയ ഇൻഡിക്ക കാലഘട്ടങ്ങളിലുള്ള ടാറ്റയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പുതിയ ആധുനിക യുഗത്തിലുള്ള ടാറ്റയ്ക്ക് മെയിൻ്റനൻസ് കുറവാണ്, റീസെയിൽ വാല്യൂ ഉണ്ട്. പക്ഷേ EVയിൽ കുറച്ചൊരു റീസെയിൽ വാല്യൂ കുറവുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. നോർമൽ ബാക്കിയുള്ള വാഹനങ്ങളിലെല്ലാം പെട്രോൾ എഞ്ചിനിൽ ഇരുന്ന വാഹനങ്ങൾ, അതേപോലെ ഡീസൽ എഞ്ചിൻ്റെ വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല റീസെയിൽ തന്നെയാണ് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ടുള്ള ഒരു ടാറ്റയുടെ ടിയാഗോ എന്നുള്ള പ്രോഡക്റ്റ് 2-3 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 2018 മോഡൽ നിൽക്കുന്ന ടാറ്റ ടിയാഗോ XT എന്ന പേരിൽ വെറും ലോ കിലോമീറ്റർ, വെറും 39,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന KIL22 കഴക്കൂട്ടം രജിസ്ട്രേഷൻ എന്ന വാഹനം, വെറും 39,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം തന്നെ പറയാം. പെട്രോൾ എഞ്ചിൽ നമുക്കൊരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം. 17 കിട്ടുമെന്ന് പലർക്കും സംശയം ഉണ്ടാവും. 17 കിട്ടും. നിങ്ങളൊരു ഹൈവേയിലൊക്കെ കയറിയിട്ട് ഒരു 60 സ്പീഡിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 17 സ്പീഡ് കിട്ടും. നമ്മുടെ ഉൾഭാഗങ്ങൾ കയറ്റിറക്കുള്ള റോഡൊക്കെ ആണെങ്കിൽ ഒരു 13, 14, 15 വരെ നമുക്ക് ഒരു ആവറേജ് ഒരു 15 നമുക്ക് എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. XT എന്നുള്ള വേരിയൻ്റ് അതുകൊണ്ട് മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയുള്ള ബേസിക്കലി അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,70,000 രൂപയ്ക്ക്. ഇനി ഇത് പഴയ ഷേപ്പിൽ വരുന്ന വാഹനം, ഇതിനകത്ത് ഒരു 3,70 നമുക്കൊരു 3,30, 3,40 വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അത്യാവശ്യം ആവറേജ് ടയേഴ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് പഴയ ഷേപ്പിൽ വരുന്ന വാഹനമാണ്. 2020 എന്ത് ചെയ്യുന്നു, കമ്പനി ടാറ്റ ഇതിന് ഫേസ് ലിഫ്റ്റ് വന്നിട്ട് ഒരു പുതിയ ടൈപ്പ് 2 മോഡൽ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു വാഹനമാണ് ഈ കിടക്കുന്ന 2020 മോഡൽ നിൽക്കുന്ന ടാറ്റ ടിയാഗോ XZ+ എന്നുള്ള വേരിയൻ്റ് വാഹനം. KIL02 കൊല്ലം രജിസ്ട്രേഷൻ എന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തുള്ളത്. ഇതും പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. 4 പുത്തൻ ടയേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. XZ+ ആകുമ്പോൾ അലോയ് വീൽസിനകത്ത് വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സ്റ്റീരിംഗ് കൺട്രോൾ വരുന്നുണ്ട്, എയർ ബാഗ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയുള്ള ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്നു, ഡിഫോഗർ വരുന്നു. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന സെയിം എഞ്ചിൽ പെട്രോൾ നമുക്കൊരു 15-17 റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഇതും നല്ല കരുത്തിട്ട് ബോഡിയിൽ ടാറ്റ നിരത്തുകൾ ഇറക്കിയിട്ടുള്ള വാഹനം തന്നെയാണ് ടാറ്റ ടിയാഗോയുടെ ഈ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കുക സാധാരണഗതിയിൽ ഞാൻ ഇതും പറയാൻ കാരണം വെച്ചാൽ സാധാരണ നമ്മുടെ മറ്റുള്ള ബ്രാൻഡുകളെ കമ്പയർ ചെയ്യാൻ ഫസ്റ്റ് ജനറേഷൻ വാഹനങ്ങൾ അത്യാവശ്യം നല്ല ബോഡി ബിൽഡിങ്ങിൽ ഇറക്കും. സെക്കൻഡ് ജനറേഷനിൽ മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്ന് ബോഡി വെയിറ്റ് കുറക്കും. തേർഡ് ജനറേഷൻ നമുക്ക് വീണ്ടും ബോഡി വെയിറ്റ് കുറക്കും മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജനറേഷൻ കൂടുന്നിടത്തോളം ബോഡി വെയിറ്റ് കുറഞ്ഞു വരാറാണ് സാധാരണ ഒട്ടുമിക്ക പുതിയ വാഹനങ്ങൾ, പുതിയ ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളുടെ വാഹനങ്ങളൊക്കെ കാണാറ്. പക്ഷേ ടാറ്റയുടെ വാഹനങ്ങൾ ഫസ്റ്റ് ജനറേഷനിൽ എങ്ങനെയാണ് ബോഡി, അതേ ബോഡിയിൽ തന്നെയാണ് സെക്കൻഡ് ജനറേഷനിൽ വന്നിട്ട്, അതേ ബോഡി ക്വാളിറ്റിയിലാണ് സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സേഫ്റ്റിക്ക് യാതൊരു തരത്തിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ വരുത്താതെയാണ് ടാറ്റ സെക്കൻഡ് ജനറേഷൻ വാഹനം ഇറക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ജനറേഷൻ വാഹനം എടുക്കുകയാണെങ്കിൽ, സെക്കൻഡ് ജനറേഷൻ വാഹനം എടുക്കുകയാണെങ്കിൽ, സേഫ്റ്റിക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ടാറ്റയുടെ വാഹനങ്ങൾ. അതിൽപ്പെട്ട ടാറ്റ ടിയാഗോയുടെ 2020 മോഡൽ XZ+ എന്ന ഒരു സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 5,30,000 രൂപയ്ക്ക്. ഓൾമോസ്റ്റ് 5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി ഒരു ഡുവൽ ടോണിൽ നടക്കുന്ന ഒരു വാഹനം കൂടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 2021 മോഡൽ നിൽക്കുന്ന ടാറ്റ ടിയാഗോ XZ+ ഡുവൽ ടോണിൽ ബ്ലൂ ആൻഡ് ബ്ലാക്കിൻ്റെ കളർ കോമ്പിനേഷനിൽ വരുന്ന വാഹനം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ള. 87 കൊടുവള്ളി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണിത്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനമാണ്. അത് 0 ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റിയ വാഹനം. ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങളാണ് ടാറ്റയുടെ അൾട്രോസ് ആയാലും ടാറ്റ നെക്സോൺ ആയാലും ടാറ്റ ടിയാഗോ ആയാലും അങ്ങനെ ഒട്ടനവധി ടാറ്റയുടെ വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ കിടക്കുന്നുണ്ട്. ടാറ്റയുടെ വാഹനങ്ങൾ സേഫ്റ്റി മുൻഗണന കൊടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും യൂസ്ഡ് വാഹനം അല്ലെങ്കിൽ ഒരു കാർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നൊരു വാഹനം കറൻലി മാർക്കറ്റിൽ സാധാരണക്കാരന് പറ്റിയിട്ടുള്ള ഒരു വാഹനമായിരിക്കും ടാറ്റയുടെ വാഹനങ്ങൾ. ഈ പറഞ്ഞ ടാറ്റ ടിയാഗോ, അൾട്രോസ് അല്ലെങ്കിൽ നെക്സോൺ തുടങ്ങിയുള്ള വാഹനങ്ങൾ. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ വയ്ക്കലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് വാഹന വിഷയങ്ങൾ വീഡിയോസ് ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അത് റെഗുലറായിട്ട് കിട്ടുന്ന നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.